നമസ്കാരം. ലാഫ്ലിംഗ് മീഡിയയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അരൂക്കിറ്റിലെ ഒരു ചെറിയ കലാകാരനെയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്ന് ലാപ്ടോപ്പ് മീഡിയയ്ക്ക് വേണ്ടി ഒരു ഓണഗാനം ആലപിക്കുകയാണ്. എൻ്റെ പേര് ഉത്തമൻ, അരൂക്കുറ്റി സ്വദേശിയാണ്, മംഗളം ഹൗസ്. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നു വീണ്ടും, പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്തും പുലരിയെ വാട്ടി പാടണമെന്നു വീണ്ടും. പൂവില്ലാത്തൊടികളിൽ നീളെ പൂവലി പാടണമെന്നു, പ്രാവില്ലാ മുറ്റത്തരിമണി വിതറി വിളിക്കണമെന്നു. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നു വീണ്ടും, പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്തും പുലരിയെ വാട്ടി പാടണമെന്നു വീണ്ടും. പ്രാവില്ലാ മുറ്റത്തരിമണി വിതറി വിളിക്കണമെന്നു, പൂവില്ലാത്തൊടികളിൽ നീളെ പൂവലി പാടണമെന്നു. ഇല്ലാത്തൊരു കൊമ്പത്തൂഞ്ഞാൽ കെട്ടണമെന്നു, നീർവറ്റിയ പുഴയിൽ പാടി തോണി കളിക്കണമെന്നു. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നു വീണ്ടും, പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്തും പുലരിയെ വാട്ടി പാടണമെന്നു വീണ്ടും. പെയ്യാത്തൊരു മുകിലിനൊടിനിയും പയ്യാരം പറയണമോ, തുയിൽ നാട്യം കൊള്ളുന്നോരേ തുടികൊട്ടി ഉണർത്തണമോ. നാടിത് വാണരുളുന്നവരുടെ നഗ്നത നേരിൽ വരുമ്പോൾ, പാടാത്തൊരു പാട്ടിൻ ഈണം ഈണത്തിൽ പാടണമോ. പാടിയതിൻ പൊരുളുകൾ പാടണമെന്നു വീണ്ടും, പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്തും പുലരിയെ വാട്ടി പാടണമെന്നു വീണ്ടും. ഒരു കുമ്പിൽ കഞ്ഞിക്കായി കരയുന്നോരുണ്ണികളെ, ഒരിടത്തൊരിടത്ത് വിരുന്നിൻ കഥ പാടിയുറക്കണമോ. ഒരു കുമ്പിൽ കഞ്ഞിക്കായി കരയുന്നോരുണ്ണികളെ, ഒരിടത്തൊരിടത്ത് വിരുന്നിൻ കഥ പാടിയുറക്കണമോ. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നു വീണ്ടും, പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്തും പുലരിയെ വാട്ടി പാടണമെന്നു വീണ്ടും. നാടിത് വാണരുളുന്നവരുടെ നഗ്നത നേരിൽ വരുമ്പോൾ, പാടാത്തൊരു പാട്ടിൻ ഈണം ഈണത്തിൽ പാടണമോ. ലാഫ്ലിംഗ് മീഡിയയ്ക്ക് വേണ്ടി ഗാനം അവതരിപ്പിച്ച ഉത്തമന് 1000 നന്ദി. നമസ്കാരം.